പിന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടീം. നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടീം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റാബേസ് വേറെ സിസ്റ്റത്തിലായിരിക്കും. അതേപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ വേറെ സിസ്റ്റത്തിലായിരിക്കും. സോ ഈ ഓരോ സിസ്റ്റം സെർവർ എന്ന് പറയും അതിന്. ഈ ഓരോ സെർവറിലും ഫയർവാൾ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫയർവാൾ ഉണ്ടാവും. ഈ ഫയർവാൾ ആണ് നമ്മുടെ കണക്ഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഏതൊക്കെ കണക്ഷൻ അകത്തേക്ക് വരണം, ഏതൊക്കെ കണക്ഷൻ പുറത്തേക്ക് വരണം എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് എഴുതിയിടാൻ പറ്റും. റൂൾ എഴുതിയിടാൻ പറ്റും ഈ ഫയർവാളിനകത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ സിസ്റ്റത്തിനകത്തുനിന്ന് http.google.com www.google.com google.com മാത്രം കണക്ഷൻ പോയാൽ മതി. അതേപോലെ google.com മാത്രം ഇൻപുട്ട് വന്നാൽ മതി എന്നുള്ള രീതിയിൽ കണക്ഷൻ എഴുതി കഴിഞ്ഞാൽ വേറെ ഏത് സൈറ്റും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതിൽ നമുക്കത് സെക്യൂരിറ്റി പരമായിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെയാണ് ഈ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടീം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സെർവറിലും ഇപ്പോൾ അപ്ലിക്കേഷൻ സെക്യൂരിറ്റി ഉള്ള അപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു സെർവർ, ആ സെർവറിന് കണക്ഷൻ ഡാറ്റാബേസിലേക്ക് പോകണം. അപ്പൊ ഡാറ്റാബേസിന്റെ ഫയർവാളിൽ ഞാൻ എഴുതിയിട്ടുണ്ടാവും ഈ അപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സർവീസിന് മാത്രം കണക്ഷൻ വന്നാൽ മതി, വേറെ എവിടുന്നും കണക്ഷൻ വരണം. നമ്മള് പുറത്തുനിന്ന് ഇപ്പൊ ഞാൻ ആ ഒരു ഡാറ്റാബേസിലേക്ക് ആക്സസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നടക്കൂല, നമുക്ക് പെർമിഷൻ ഡിനൈഡ് ആയിരിക്കും. അത് നോക്കുന്നത് ഈ ഒരു ഫയർവാൾ ആയിരിക്കും. അപ്പൊ ഈ ഫയർവാളിനെ കോൺഫിഗർ ചെയ്യാനും നെറ്റ്വർക്കിന്റെ ടോപ്പോളജി ഉണ്ട്. അതായത് പ്രോപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സാധനമാണ് ഈ ടോപ്പോളജി എന്ന് പറയുന്നത്. നമ്മൾ ഏത് രീതിയിലായിരിക്കണം ഈ സിസ്റ്റങ്ങളൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ സ്പീഡിനെ, അതായത് നമ്മുടെ ഇന്റർനെറ്റ് സ്പീഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഈ ടോപ്പോളജി ഒക്കെ. അപ്പൊ പ്രോപ്പർ ടോപ്പോളജിയും ഡിസൈനും അതൊക്കെ ചെയ്യേണ്ടത് ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടീമിന്റെ ഉത്തരവാദിത്തമാണ്. സോ അവരും ഈ സെക്യൂരിറ്റി അറിഞ്ഞിരിക്കണം. ഇപ്പോ ടോപ്പോളജിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 വയർ വെറുതെ പുറത്തേക്ക് ഇട്ടു, വേറെ ആരെങ്കിലും വന്നിട്ട് ആ ഒരു സ്ഥലത്തേക്ക് നമ്മളെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സിസ്റ്റത്തിലേക്ക് പോകുന്ന എല്ലാ ഡാറ്റയും നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടർ വെച്ച് സ്നിഫ് ചെയ്യാൻ പറ്റും. സോ എത്ര കമ്പ്യൂട്ടേഴ്സ് ഉണ്ടോ അത്രയും മാത്രം ഔട്ട്പുട്ട് കൊടുക്കണം, ഔട്ട്പുട്ട് പോർട്ട് കൊടുക്കണം എന്നുള്ളതൊക്കെ കറക്റ്റ് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കേണ്ടത് ഈ സെക്യൂരിറ്റി ടീമാണ്. പിന്നെ വരുന്നതാണ് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി ടീം. ഇപ്പോ നേരത്തെ പറഞ്ഞ നെറ്റ്വർക്ക് ടീം ഉണ്ട്, സിസ്റ്റം ടീമോ സെർവർ ടീം, നേരത്തെ പറഞ്ഞ ഒരു സെർവറിന്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അവരാണ്. നെറ്റ്വർക്ക് ടീം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ടോപ്പോളജി, ഡിസൈനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ വളരെ സ്പീഡായിട്ട് എങ്ങനെ നെറ്റ്വർക്കിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഇവരാണ്, നെറ്റ്വർക്ക് ടീം. എൻഡ് പോയിന്റ് സെക്യൂരിറ്റി ടീം എന്ന് പറയുമ്പോൾ ഈ എൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ സിസ്റ്റം ആണ് എൻഡ് പോയിന്റ്. എൻഡ് പോയിന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ആന്റിവൈറസ് പോലുള്ള ഒരു സംഭവമാണ്. ആന്റിവൈറസിന്റെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഈ നമ്മളെ ആന്റിവൈറസും എൻഡ് പോയിന്റ് സെക്യൂരിറ്റിയും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ആന്റിവൈറസ് നമ്മുടെ സിസ്റ്റത്തിനകത്താണ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ എന്റെ സിസ്റ്റത്തിനകത്താണ് ഒരു ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത്. പക്ഷേ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അങ്ങനെയല്ല. പല സിസ്റ്റത്തിനകത്തും അതിന്റെ ഒരു ഏജന്റ് ഉണ്ടാവും. ഏജന്റ് എന്ന് അതിനെ പറഞ്ഞാൽ, ഈ ഏജന്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിനെ മോണിറ്റർ ചെയ്തിട്ട് ആ ഒരു ഡാറ്റ, അതിനറിയില്ല അത് വൈറസ് ആണോ അങ്ങനത്തെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഈ ഏജന്റിനകത്തില്ല. ഈ ഏജന്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ സിസ്റ്റം മൊത്തം അനലൈസ് ചെയ്യുക, അതിന്റെ ബിഹേവിയർ മനസ്സിലാക്കുക, എന്നിട്ട് ഈ ഡാറ്റ എടുത്തിട്ട് മെയിൻ ആയിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റിയിലേക്ക് കൊടുക്കുക. അതായത് ആ ഒരു ആന്റിവൈറസ് തന്നെ പറയാമെന്നുണ്ടെങ്കിൽ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി ആന്റിവൈറസ് തന്നെ പറയാം. അതിലേക്ക് ഡാറ്റ കൊടുക്കുന്നു. ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അവിടുന്നാണ് ഈ ഇൻഫോർമേഷൻ ഈ ഏജന്റിലേക്ക് തിരിച്ചു വരുന്നത്. ഇതൊരു വൈറസ് ആണ്, ഇതൊരു വൈറസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് അവിടുന്നാണ്. പക്ഷെ ആന്റിവൈറസിന്റെ കേസിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് തന്നെയാണ് എല്ലാം ഉള്ളത്, ഏജന്റും അതിന്റെ ആപ്ലിക്കേഷനും എല്ലാം ഉള്ളത് നമ്മുടെ സിസ്റ്റത്തിനകത്ത്. ഈ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ കമ്പനീസിലൊക്കെയാണ്. ഈ കമ്പനീസിനകത്ത് ഒരു സിസ്റ്റം ആയിരിക്കില്ല ഉണ്ടാകുക. നമ്മളെ ഓരോ സ്റ്റാഫിന്റെയും കമ്പ്യൂട്ടേഴ്സ് സുരക്ഷിതാക്കേണ്ടത് ആ കമ്പനിയുടെയും കൂടി ഉത്തരവാദിത്തമാണ്. നമ്മുടെ സ്റ്റാഫിൻ്റെതാണ്. പക്ഷെ സ്റ്റാഫിന്റെ കുറെ പ്രശ്നങ്ങളും ഉണ്ട്. നമ്മളിപ്പോ ചില വൈറസ്, ക്രാക്കഡ് അപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കയറ്റിയേക്കാം. അപ്പൊ അതൊക്കെ മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാഫിനൊന്നും വരാനില്ല, കമ്പനിക്കാണ് നഷ്ടം വരാൻ പോകുന്നത്, ആ കമ്പനിയുടെ ഗുഡ് വില്ലാണ് നഷ്ടപ്പെടുന്നത്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി ഉണ്ടാക്കും. അപ്പോ
എന്തുകൊണ്ട് നമുക്ക് ഒരു ആന്റിവൈറസ് തന്നെ ആ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തുകൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന്റിവൈറസിന്റെ പെർമിഷൻ ഉണ്ടാവുന്നത് നമ്മുടെ കയ്യിലാണ്. നമുക്ക് വേണമെങ്കിൽ അത് ഓഫ് ചെയ്തിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ വേണമെങ്കിലും ട്യൂക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി മാനേജ് ചെയ്യുന്നത് കമ്പനിയാണ്. ആ കമ്പനിയുടെ സെർവറിനകത്താണ് ഈ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി റൺ ചെയ്യുന്നത്. സോ അവിടെ ആന്റിവൈറസ് ഓഫ് ആക്കിയാൽ മാത്രമേ നമ്മുടെ സിസ്റ്റത്തിൽ അത് ഓഫ് ആവുള്ളൂ. അപ്പൊ അതാണ് ഈ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം ഉണ്ടാവും. അതായത് ഇതിന്റെ എന്തൊക്കെ സാധനങ്ങൾ അലോ ചെയ്യാം. ചില ആപ്ലിക്കേഷനൊക്കെ വൈറസ് അല്ലെങ്കിലും വൈറസ് ആണെന്ന് കാണിക്കും. അപ്പൊ അതൊക്കെ എന്ത് അലോ എന്നുള്ള രീതിയിൽ കൊടുക്കണം. ആ ആപ്ലിക്കേഷൻസ് ഒക്കെ അലോ എന്നുള്ള രീതിയിൽ കൊടുക്കണം. അപ്പൊ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടീമാണ് സെക്യൂരിറ്റി ടീം. ഇവിടെയും സെക്യൂരിറ്റി വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി നമ്മുടെ ഫയർവാളും ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റവും പിന്നെ വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ ആണ്. അതായത് നമ്മളെ ഫയർവാൾ ഉണ്ടാവും. വെബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാത്രം ഒരു ഫയർവാൾ ഉണ്ടാവും. നമ്മുടെ എക്സസസ് പിന്നെ എസ്ക്യൂഎൽ ഇഞ്ചക്ഷൻ ഇങ്ങനത്തെ പോലത്തെ വെബ് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ഒരു ഫയർവാളാണ് വാപ്പ്. വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ. പിന്നെ ഇൻഫോസെക് ടീം ഉണ്ടാവും. ഇവരൊക്കെയാണ് ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ അതിനെ മിറ്റിഗേറ്റ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ എപ്പോൾ ബാക്കപ്പ് ചെയ്യണം, എപ്പോഴൊക്കെ ഇതിനെ പ്രോപ്പർലി ടെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഇൻഫോസെക് ടീമാണ്. പിന്നെ വെർണബിലിറ്റി അസസ്മെന്റ് ടീം ഉണ്ടാവും. അതായത് നമ്മളിപ്പോ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വെബ് ആപ്ലിക്കേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതായത് ഒരു ഹാക്കർ ചെയ്യുന്ന ഇപ്പൊ ഒരു ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സൈറ്റിനെ ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ട് അതിന്റെ ഡാറ്റ എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുണ്ടെങ്കിൽ പൈസ തട്ടിക്കാൻ പറ്റുമോ ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നതാണ് ഹാക്കേഴ്സ്. സോ അതേ മൈൻഡ് സെറ്റില് നമ്മളും ചെയ്യും. ഒരു വെർണബിലിറ്റി അസസ്മെന്റ് ടീമും ചെയ്യും. അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിലൊക്കെ നോക്കിയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ഈ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺ ചെയ്യുന്ന അതോറിറ്റിക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ സൈറ്റിൽ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. സോ നിങ്ങൾ ഇതൊക്കെ മാറ്റിയെടുക്കണം. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്നുള്ളത് പറയുന്നത്. ഇവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇവരാണ്. ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആണ്. അതായത് വെർണബിലിറ്റി അസസ്മെന്റ് ടീമാണ്. പിന്നെ വരുന്ന ഒരു ടീമാണ്. ഇതൊക്കെ ആപ്ലിക്കേഷൻ ആ ഒരു ഇതിൽ വരുന്ന ടീംസ് ആണ്. സെപ്പറേറ്റ് പറഞ്ഞൂന്നേ ഉള്ളൂ. അതായത് ഇതൊരു ടീമായിട്ടൊരു എന്താ പറയാ ഒരു പേഴ്സൺ ആയിട്ട് ഉണ്ടാകുന്ന വളരെ കുറവാണ്. അതായത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഐഡന്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെന്റ് ടീം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റിലേക്ക് ആൾ എടുക്കാറില്ല. മെയിൻലി ഇത് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ തന്നെയാണ്. ആപ്ലിക്കേഷനും സെർവറും ഒക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഡീഫോൾട്ട് ആയിട്ട് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു ആൾക്കാരെ തന്നെ നിയമിക്കുന്നത് വളരെ കുറവാണ്. വളരെ വളരെ റയറാണ്. പക്ഷെ ചില കേസുകളിൽ ഇങ്ങനത്തെ ഒരു ടീം ഉണ്ടാവാറുണ്ട്. അത് വളരെ റയറായിട്ട് ഉണ്ടാകുന്നത് മാത്രമാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇപ്പൊ ഒരു ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്യാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു യൂസർ പ്രോപ്പർ വാലിഡ് ആയിട്ടുള്ള യൂസർ ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ടീമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയാ ഒരു അപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ആ ഒരു അപ്ലിക്കേഷനകത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ട് അവരത് കോൺഫിഗർ ചെയ്ത് അതിനനുസരിച്ചുള്ള കോഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോ ഇതൊരു എൻറ്റയർ ഡിഫറെന്റ് ടീം എന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ ചില കേസുകളിൽ അവരത് മോണിറ്റർ ചെയ്യും. യൂസർ വരുമ്പോൾ അവർക്ക് ആക്സസ് കൊടുക്കണം. അത് മാനുവലി കൊടുക്കുന്ന ടീംസും ഉണ്ട്. പക്ഷെ അത് വെറുതെയാണ്. എക്സ്പെൻസ് കൂട്ടാന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എല്ലാരും മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും ഓട്ടോമാറ്റിക് സിസ്റ്റത്തേക്ക് മാറി. ഒരുപാട് ഫ്രെയിം വർക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ എന്റെ ടീമിനെ വെക്കുക എന്നുള്ളത് ഒരു എന്താ പറയാ വെറുതെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് സെന്റർ ടീം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മൊത്തം കാര്യങ്ങൾ നമ്മുടെ ഒരു എന്താ പറയാ സോക്ക് എന്നൊക്കെ പറയുന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വരുന്ന തന്നെ ഒരു കാര്യമാണ് നമ്മളെ എന്താ പറയാ നമുക്കൊരു കമ്പനിയുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ രീതിയിൽ അറ്റാക്ക് വരാം അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു അറ്റാക്ക് വന്നതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. അറ്റാക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇന്ന രീതിയിലൊക്കെ അറ്റാക്ക് വന്നേക്കാം.
അപ്പൊ അതിനുള്ള റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ മുൻകൂട്ടി എടുത്തു വെക്കണം. ചിലപ്പോ ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നു എന്ന് തന്നെ വെച്ചോ. അതിനുശേഷം നമ്മൾ അതെങ്ങനെ മാനേജ് ചെയ്യും? ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പൂട്ടിയിടാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ ബാക്കപ്പും കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം. ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അപ്പൊ അവരാണ് ഈ സെക്യൂരിറ്റി ഓപ്പറേഷൻസിന്റെ ടീം എന്നുള്ളത് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എക്സാക്ട് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പേര്. ഇപ്പോ ത്രെഡ് ഇന്റലിജൻസും അതൊക്കെയാണ് ആ ഒരു ഓപ്പറേഷന്റെ പേര്. അതായത് എങ്ങനെയൊക്കെയാണ് ആ ഒരു സംഭവം ഫൈൻഡ് ചെയ്യുക അങ്ങനത്തൊക്കെ കാര്യങ്ങൾ വരുന്നത് അവിടെയാണ്. ത്രെഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു സെഷനിലാണ്. പിന്നെയാണ് സോക്ക് വരുന്നത്. സോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻറ്റയർ നെറ്റ്വർക്കിനെയും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. സോക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങളിലൊക്കെ ഡാറ്റ ഈ സോക്ക് ടീം ത്രൂ ആയിരിക്കും പോകുന്നത്. അപ്പൊ ഇവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. നമ്മളെ നോർമൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഈ വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ കുറേ ഡാറ്റ ഇങ്ങനെ പോകുന്നു. അതൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് മെയിൻലി കണ്ടുവരുന്നത്. അവർക്കായിരിക്കും ഇത്രയും വലിയൊരു സ്ക്രീനൊക്കെ വെച്ചിട്ട് എല്ലാ ട്രാഫിക്കും ഇങ്ങനെ പോകുന്ന രീതിയിലൊക്കെ കാണാൻ പറ്റുക. അവരെ മെയിൻ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രയിലേക്ക് വരുന്ന എല്ലാ ട്രാഫിക്കിനെയും മോണിറ്റർ ചെയ്തിട്ട് അതിലെന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ടോ? ഏതെങ്കിലും യൂസേഴ്സ് വരുന്നുണ്ടോ? അങ്ങനെയൊക്കെ നോക്കുന്ന ഒരു ടീമാണ്. അപ്പോ ഒരു ചോദ്യം വന്നേക്കാം. അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്തൂടെ? ഓട്ടോമേറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ ഓട്ടോമേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫാൾ പോസിറ്റീവ് വരാം. ചിലപ്പോ ചില യൂസേഴ്സ് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള യൂസേഴ്സിനെ തന്നെ നമ്മള് ഫ്ലാഗ് ചെയ്യും. അതൊരു അറ്റാക്കർ ആണ്, ഇല്ലെങ്കിൽ ഒരു മലീഷ്യസ് ആയിട്ടുള്ള ഫ്ലാഗ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളത് ഫ്ലാഗ് ചെയ്തേക്കാം. അപ്പോ അവിടെയാണ് ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് വരാ. ഇന്റർനെറ്റിന്റെ കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും പ്രോപ്പർലി ഇന്റർനെറ്റ് ഇന്ന രീതിയിലേ യൂസ് ചെയ്യാൻ പറ്റൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആർക്ക് വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോ അങ്ങനെ ആരെങ്കിലും അറിയാണ്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാൾസ് പോസിറ്റീവ് ആവും. അപ്പൊ ആ ഒരു യൂസറിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് അത് നഷ്ടം വരും. സോ ഒരു ഒരു പരിധി വരെയൊക്കെ ഓട്ടോമേറ്റ് ചെയ്യും. അതില് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോക്ക് ടീം വരണം. ഇത് ഫാൾ പോസിറ്റീവിന്റെ കേസ്. പിന്നെ വേറൊരു കേസ് വരുന്നത് സീറോ ഡേ അറ്റാക്സ് എന്ന് പറയും. അതായത് ഒരു കമ്പനിയില് നമുക്ക് ഇന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു പ്രശ്നമുണ്ട്. അത് നമുക്കറിയാം. പക്ഷെ നമുക്കത് എന്താ പറയാ ഒഴിവാക്കാൻ പറ്റൂല. നമ്മൾ പല കാര്യങ്ങളും നടക്കുന്നത് ഈ ഒരു സംഭവം ത്രൂ ആണ്. സോ നമുക്കത് ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനത്തെ ചില കേസുകളുണ്ടാവും. അങ്ങനത്തെ ചില കേസുകളില് ഇവരെന്ത് ചെയ്യുന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോക്ക് ടീം എന്ത് ചെയ്യുന്ന് വെച്ചാൽ അതിനനുസരിച്ച് റൂൾ എഴുതും. അതായത് ഇന്ന ആപ്ലിക്കേഷൻ ഇന്ന ഒരു പോർട്ടാണെന്ന് വെച്ചു. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്റെ കമ്പ്യൂട്ടറിൽ ഒരു പോർട്ടില് ഒരു 4141 എന്ന് പറഞ്ഞ പോർട്ട് ഓപ്പൺ ആണ്. ഈ പോർട്ടിന് ഒരു വെർണബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ വെർണബിലിറ്റി നമുക്ക് ഒരിക്കലും അതായത് ഈ പോർട്ട് നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോർട്ട് യൂസ് ചെയ്തിട്ട് പല സർവീസസും നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ എൻറ്റയർ സർവീസും ഡൗൺ ആവും. സോ ഇത് നമുക്ക് ഓൺ ആക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പോർട്ടിലേക്ക് ഒരു കണക്ഷൻ മാത്രമേ വരണ്ടുള്ളൂ. അപ്പോ നമ്മൾ ഈ സോക്ക് ടീം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഈ ഒരു പോർട്ടിലേക്ക് ഇന്ന കണക്ഷൻ മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളത് ഫയർവാളിലും അവരെ കാര്യങ്ങളിലൊക്കെ എഴുതിയിടും. അപ്പോ അങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞാല് ആ ഒരു പോർട്ടിലേക്ക് ഒരു ഇതേ വരുള്ളൂ. അതായത് ആ ഒരു അവര് പറഞ്ഞ രീതിയിൽ ഒരു എന്താ പറയാ ഒരു കണക്ഷൻ മാത്രമേ വരുള്ളൂ. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാ അപ്പൊ സെക്യൂർ ആയല്ലോ. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാല് നെറ്റ്വർക്കിന്റെ ഫ്ലോ നമുക്ക് ഒരു പരിധി വരെ മാത്രമേ നമുക്ക് എന്താ പറയാ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മുൻകൂട്ടി കാണാൻ പറ്റുള്ളൂ. അത് ചിലപ്പോ മാറിയേക്കാം. നമുക്കതൊരു മില്യൺസ് ഓഫ് കോമ്പിനേഷൻസ് ഉണ്ടാവും ആ ഒരു നെറ്റ്വർക്കിലേക്ക് വരുന്ന കണക്ഷൻസ്. അപ്പോ ഏതെങ്കിലും ഒരു ഹാക്കറോ ഇല്ലെങ്കിൽ ആരെങ്കിലോ അതിനെ ട്യൂക്ക് ചെയ്തിട്ട് ആ നെറ്റ്വർക്ക് പാക്കറ്റിനെ ട്യൂക്ക് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അതിനെ തടുക്കാനുള്ള റൂൾസ് ഒന്നും ഈ ഫയർവാളിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ അതിനെയാണ് സീറോ ഡേ അറ്റാക്ക് എന്ന് പറയാം. ഇപ്പൊ Log4j എന്നൊക്കെ പറയുന്ന കുറച്ച് അറ്റാക്ക് ഉണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തരാം. Log4j എന്ന് പറഞ്ഞൊരു വലിയൊരു അറ്റാക്ക് ആയിരുന്നു. നമ്മുടെ സൈബർ സ്പേസിൽ നടന്ന ഒരു വലിയൊരു അറ്റാക്ക് ആയിരുന്നു Log4j. ഒരു സീറോ ഡേ അറ്റാക്ക് ആയിരുന്നു. അപ്പോ ഇതാണ് സീറോ ഡേ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനെയൊക്കെ തടുക്കാൻ വേണ്ടിയിട്ട് ഈ സോക്ക് ടീം കണ്ടിന്യൂസ് ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ആഹ് അപ്പോ ഈ ഫോർ എക്സാമ്പിൾ Log4j. ഞാൻ എന്താണ് Log4j എന്നുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. ഒരു സോക്ക് ടീമിനെ മൊത്തം എന്താ പറയാ തലവേദന എടുപ്പിച്ച ഒരു അറ്റാക്ക് ആണ് Log4j. ഈ Log4j എന്ന് പറയുന്നത് നമ്മുടെ ലോഗിൻ സിസ്റ്റം. അതായത് നമ്മളിപ്പോ ഒരു കണക്ഷൻ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ കണക്ഷൻ നമ്മുടെ സിസ്റ്റത്തിൽ ലോഗ് ചെയ്ത് ഇടണം. അതായത് എന്താ പറയാ ഇപ്പൊ ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് ആക്സസ് ചെയ്തു എന്നുള്ളത് അവരുടെ സിസ്റ്റത്തിനകത്ത് ലോഗ് ഉണ്ടാവും.
അപ്പൊ ഈ ലോഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെയിൻലി യൂസ് ചെയ്യുന്ന ജാവയുടെ ഒരു പാക്കേജ് ആണ്. അപ്പോ ഈ ജാവയുടെ പാക്കേജിൽ വന്ന ഒരു എന്താ പറയുക ഒരു സെക്യൂരിറ്റി vulnerability ആണ് ഈ log4j എന്ന് പറയുന്നത്. ഈ log4j വെച്ചിട്ട് നമുക്ക് ഒരു സിസ്റ്റത്തിന് എൻ്റയർ കണക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോ ഇവർക്ക് ആർക്കും ഇപ്പോ ഒരു ദിവസം ഗൂഗിൾ ഡൗൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ വൻ നഷ്ടമായിരിക്കും ഗൂഗിൾ ഉണ്ടാവാൻ പോകുന്നത്. സോ അത് ഡൗൺ ആക്കി ഇടുക എന്നുള്ളത് അവർക്ക് പറ്റൂല. സോ ഈ ഈ സംഭവം ഒഴിവാക്കാനും പറ്റൂല. ലോഗ് നമുക്ക് ഒഴിവാക്കാനും പറ്റൂല. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടക്കൂല. നമ്മുടെ എൻ്റെ സിസ്റ്റം ഡൗൺ ആവും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അറ്റാക്ക് വന്നേക്കാം. പല രീതിയിൽ അറ്റാക്ക് വരാം. അപ്പൊ നമുക്ക് ഈ log4j മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു കോമ്പിനേഷനിൽ മാത്രമല്ല അറ്റാക്ക് വരിക. പല കോമ്പിനേഷനിൽ അറ്റാക്ക് വന്നേക്കാം. അപ്പോ ഈ എൻ്റയർ കോമ്പിനേഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് റൂൾ എഴുതിയിടാന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോഴാണ് ഈ സോക്ക് ടീമിന്റെ ഒരു ഇത് വരുന്നത്. ഒരു ഇമ്പോർട്ടൻസ്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോരോ നെറ്റ്വർക്ക് മോണിറ്റർ ചെയ്യും. ഒരു ട്രാഫിക് പോലും ഒരു വലിയ കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ട്രാഫിക് ഒരുമിച്ച് വരും. അപ്പൊ അതൊക്കെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് പല ആൾക്കാർക്ക് കൊടുത്തിട്ട് അവർ ഓരോ ട്രാഫിക്കും ഇരുന്ന് മോണിറ്റർ ചെയ്യും. അതിന്റെ പാറ്റേണും കാര്യങ്ങളും ചെക്ക് ചെയ്യും. അതിൽ ഏതെങ്കിലും ഒന്നിലും മലീഷ്യസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരെ ഡ്രോപ്പ് ചെയ്യും. ആ ട്രാഫിക് കടത്തിവിടില്ല. അത് ഡ്രോപ്പ് ചെയ്യും. അപ്പോ ഇങ്ങനത്തൊക്കെ കേസുകളിലാണ് ഈ സോക്ക് ടീമിന്റെ ആവശ്യം വരിക. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ടീം അതായത് നമ്മുടെ ഒരു കമ്പനിയിൽ ടീം വരിക. അപ്പോ നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഒരു സൈബർ സെക്യൂരിറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഒരു സ്ട്രീമിലേക്കല്ല നമുക്ക് പോകാൻ പറ്റുക. പല സ്ട്രീമും ഉണ്ട്. അതായത് സോക്ക് ഉണ്ട്. പിന്നെ എന്താ പറയാ അനലിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അല്ലാതെ റെഡ് ടീമർ ആയിട്ട് വർക്ക് ചെയ്യാം. റെഡ് ടീമർ എന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരു സ്ലൈഡ് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റെഡ് ടീമർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഹാക്കറിനെ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് മുമ്പ്. ഹാക്കറിനെ പോലെ തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കമ്പനി ഇപ്പൊ എൻ്റെ ഒരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ അസറ്റ്സ് മാത്രമല്ലാണ്ട് ഫിസിക്കൽ അസറ്റ്സും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ സെർവറൊക്കെ ഓൺ പ്രിമിസിൽ റൺ ചെയ്യുന്നുണ്ടാവും. ഓൺ പ്രിമിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കമ്പനിക്കകത്ത് തന്നെ ആയിരിക്കും നമ്മുടെ ഒരു ഫിസിക്കൽ സെർവർ റൺ ചെയ്യുക. മോസ്റ്റ് ഓഫ് ദി കേസും ക്ലൗഡിലായിരിക്കും. പക്ഷെ വലിയ വലിയ കമ്പനീസിൽ അവരുടെ കമ്പനിക്കകത്ത് തന്നെ സെർവർ റൺ ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ കേസിൽ ആ സെർവറിനെ സൂക്ഷിക്കേണ്ടത് ഈ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബാങ്കിലാണ് നമ്മളൊരു ബാങ്കിൽ നമ്മുടെ സ്വർണ്ണോ പണമോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ലോക്കർ വളരെ ഇമ്പോർട്ടന്റ് ആക്കി വെക്കണം. വളരെ സെക്യൂർ ആക്കി വെക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ ഇപ്പോ ബാങ്കിങ് ഇന്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഈ ലോക്കും അവര് ഗേറ്റും കാര്യങ്ങളും എല്ലാം സെക്യൂർ ആക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെയാണ് ഒരു കമ്പനിയിൽ സെർവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ഇപ്പൊ ഞാൻ റെഡ് ടീമറാണ്. റെഡ് ടീമർ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി എനിക്ക് ഇത് എന്താ പറയാ എഗ്രിമെന്റ് തരും. നിങ്ങൾ നമ്മുടെ കമ്പനിയുടെ സെക്യൂരിറ്റി അനലൈസ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് തരണമെന്ന് നമ്മുടെ അടുത്ത് പറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മളത് ചെക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഒരു സമയം നമ്മൾ ഫിക്സ് ചെയ്യും. അത് കമ്പനിക്ക് അറിയില്ല. നമ്മൾ സാധാരണ ഇപ്പൊ ഒരു ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ബാങ്ക് തന്നെ പറയും. ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ആ ബാങ്കിനകത്ത് കുറെ സ്റ്റാഫുകളുണ്ടാവും. ഈ സ്റ്റാഫുകളുടെ കമ്പ്യൂട്ടറൊക്കെ ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. പക്ഷെ ഈ ഒരു നെറ്റ്വർക്കിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അത് എൻ്റെ ഡിഫറെന്റ് നെറ്റ്വർക്ക് ആയിരിക്കും. അപ്പോ ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിന്റെ ഈ മോസ്റ്റ് ഓഫ് ദി കേസ് ഈ ഒരു കമ്പ്യൂട്ടേഴ്സ് ഒക്കെ കണക്ട് ചെയ്ത് വെക്കുന്നത് RJ45 ജാക്ക് വെച്ചിട്ടായിരിക്കും. അതായത് ഫിസിക്കൽ കണക്ഷൻ വെച്ചിട്ടായിരിക്കും ഈ നെറ്റ്വർക്ക് ഒക്കെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിനകത്ത് കേറിയിട്ട് സോറി സിസ്റ്റം തന്നെ നമ്മുടെ ആ ഒരു കമ്പനിക്കകത്ത് കയറിയിട്ട് ആ ഒരു RJ45 നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് എൻ്റർ ആയി. അവിടുന്ന് നമുക്ക് ഈ ഒരു അവർ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആ കമ്പനിയിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസും അവരുടെ ബാങ്ക് ബാലൻസും അവരുടെ അക്കൗണ്ടിലേക്കുള്ള ആക്സസും ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. നമുക്കത് എഡിറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാൻ എന്ത് വേണം ചെയ്യാം. സോ അതുകൊണ്ടാണ് ഈ റെഡ് ടീമേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആരോടും പറയാണ്ട് ഒരു സാധാരണ ഒരു ക്ലയന്റ് പോലെ അതായത് സാധാരണ ഒരു ബാങ്ക് ഹോൾഡറിനെ പോലെ അക്കൗണ്ട് ഹോൾഡറിനെ പോലെ ആ ഒരു ബാങ്കിലേക്ക് കയറി ചെല്ലും. എന്നിട്ട് അവിടുന്ന് എങ്ങനെയെങ്കിലും അവരെ സെർവർ ഉണ്ടെന്നുണ്ടെങ്കിൽ സെർവർ റൂമിലേക്കോ ലോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോക്കൊക്കെ പിക്ക് ചെയ്യാൻ നോക്കും. അതായത് പൂട്ട് പൊളിക്കാൻ നോക്കും. പൂട്ട് പൊളിക്കുക പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കും. എല്ലാ രീതിയിലും സെക്യൂരിറ്റി ചെക്കും അവിടെ ചെക്ക് ചെയ്യും. നമുക്ക് ഏതെങ്കിലും രീതിയിൽ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ ഈ ബാങ്കിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യും.
അപ്പോൾ അതാണ് റെഡ് ടീമിംഗ് എന്ന് പറയുന്നത്. ചിലവര് ചോദിക്കാറുണ്ട് ഈ പൂട്ട് പൊളിക്കാനൊക്കെ എന്തിനാ? ഇപ്പൊ ഞാൻ റെഡ് ടീമിംഗ് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. സോ ഞാൻ മുമ്പൊക്കെ ഈ പൂട്ടൊക്കെ പൊളിക്കുന്ന വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും, നീ എന്തിനാ പൂട്ടൊക്കെ പൊളിക്കാൻ? നീ കള്ളനാകാൻ വേണ്ടി ആവാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാണോ എന്നൊക്കെ ചോദിക്കും. യെസ്, ആക്ച്വലി ഒരു കള്ളന്മാർ എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഒരു റെഡ് ടീമറും ചെയ്യുക. അപ്പൊ ഇവർക്ക് റെഡ് ടീമിങ്ങിന് വേണ്ടിയിട്ട് ഒരു എൻ്റെ ഒരുപാട് ടൂൾസ് ഉണ്ട്. നമ്മളെ ഹാക്ക് 5 എന്നൊക്കെ പറയുന്ന അവര് പ്രൊവൈഡ് ചെയ്യുന്ന കുറെ ടൂൾസ് ഉണ്ട്. നമുക്ക് കസ്റ്റമായിട്ട് പല ടൂൾസും ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഈ കസ്റ്റം ടൂൾസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയറിൽ കുറച്ച് നോളജ് വേണം. അതായത് നമ്മുടെ ഈ PCB ബോർഡും ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നോളജ് വേണം. അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് വാങ്ങാൻ കിട്ടും. വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ നോളജ് ഒന്നും വേണ്ട. പക്ഷെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾക്ക് വേണ്ട രീതിയിൽ ഓരോരോ ആവശ്യത്തിനും ഇതിന് ഓരോ രീതിയിലായിരിക്കും വർക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ബാങ്കിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിനാരിയോയിൽ വർക്ക് ചെയ്യേണ്ട രീതിയിലായിരിക്കില്ല വേറെ എവിടെയെങ്കിലും. സോ അതിനെ നമുക്ക് മാറ്റാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അവിടെയൊക്കെ സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട്. അപ്പോ ഇതാണ് റെഡ് ടീമിംഗ്. പിന്നെ വരുന്നൊരു സംഭവമാണ് നേരത്തെ പറഞ്ഞ പോലെ ത്രെഡ് ഇന്റലിജൻസ്, ഫോറൻസിക് എന്നൊക്കെ പറയുന്നത്. ഈ ഫോറൻസിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് നടന്നു. നടക്കുന്നതിന് മുമ്പുള്ള കാര്യമല്ല. ഒരു അറ്റാക്ക് നടന്നു. അപ്പോ ഓക്കെ, നമുക്ക് അറ്റാക്ക് നടന്നു എന്നുള്ള കാര്യം മനസ്സിലായി. എങ്ങനെ നടന്നു? അത് നമുക്കറിയണം. എന്നാൽ മാത്രമേ ഏഹ് നാളെ ആ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കൗണ്ടർ മെഷേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോറൻസിക് ചെയ്യുന്നത്. സൈബർ ഫോറൻസിക്. സൈബർ ഫോറൻസിക്, ആ ഫോറൻസിക് എന്നുള്ള വേർഡിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കൊലപാതകമോ കാര്യങ്ങളോ നടന്നു കഴിഞ്ഞാൽ ഫോറൻസിക് നടക്കും. എങ്ങനെയായിരിക്കും, എത്ര മണിക്കായിരിക്കും ആ ഒരു അറ്റാക്ക് നടന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫോറൻസിക് ചെയ്യും. അതേ സംഭവം തന്നെയാണ് സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ നമ്മളൊരു ഫോറൻസിക് ചെയ്യും. എങ്ങനെയാണ് ഇത് നടന്നത്, ഏത് രീതിക്കാണ്, ഏത് കമ്പ്യൂട്ടറിനാണ് എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിനുള്ള കൗണ്ടർ മെഷേഴ്സ് എടുക്കും. അതിനത് നടക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതാണ് സൈബർ ഫോറൻസിക് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് എക്സ്പ്ലോയിറ്റ് ഡെവലപ്മെന്റ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത്. ഈ എക്സ്പ്ലോയിറ്റ് ഡെവലപ്മെന്റ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ്, എക്സ്പ്ലോയിറ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു അറ്റാക്ക് മെയിൻലി സെക്യൂരിറ്റി എന്നുള്ള സെക്യൂരിറ്റി തന്നെയാണ്. നമ്മളൊരു എക്സ്പ്ലോയിറ്റ് ഉണ്ടാക്കും. ആ ഒരു സംഭവത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പ്ലോയിറ്റ് ഉണ്ടാക്കും. ഈ എക്സ്പ്ലോയിറ്റ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. എങ്ങനെ ആയാലും അതിനെ അറ്റാക്ക് ചെയ്യണം. ആ ഒരു കോൺസെപ്റ്റിൽ മാത്രമായിരിക്കും ഈ എന്താ പറയാ എക്സ്പ്ലോയിറ്റ് ഡെവലപ്മെന്റ് ഉള്ള ടീംസ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിന്റെ എൻ്റയർ നോളജ് വേണം. ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു എക്സ്പ്ലോയിറ്റ് ഡെവലപ്പ് ചെയ്യും. എന്തിനാണ് ഈ എക്സ്പ്ലോയിറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്? ഈ ചെക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ടീംസിന് ഇതേപോലത്തെ പബ്ലിക്കലി അവൈലബിൾ ആയ എക്സ്പ്ലോയിറ്റും അല്ലാത്ത എക്സ്പ്ലോയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ചിലപ്പോ പുതിയൊരു എക്സ്പ്ലോയിറ്റ് ഡെവലപ്പ് ചെയ്തിട്ട് ഏഹ് അതിനെ അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റണമെന്നില്ല. പലരും പല രീതിക്കായിരിക്കും ഫോക്കസ് ചെയ്യുക. അപ്പൊ അതാണ് പറഞ്ഞത്, സൈബർ സെക്യൂരിറ്റിയിൽ പല ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും വേണം. അതായത് സൈബർ സെക്യൂരിറ്റിയുടെ എല്ലാ ഭാഗത്തുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഏതിലാണ് താല്പര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എക്സ്പ്ലോർട്ട് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിട്ട് അത് അവർക്ക് കൊടുക്കും. അതായത് സെക്യൂരിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ടീംസിനും അവർക്കൊക്കെ ഈ ഒരു ഇത് കൊടുക്കും. പിന്നെ ഈ ഡെവലപ്മെന്റ് ടീം, അതായത് എക്സ്പ്ലോർട്ട് ഡെവലപ്മെന്റ് ടീം വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സ്കാനേഴ്സ് ഉണ്ട്. പല ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സ്കാനേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അക്വനറ്റിക്സ് എന്നൊക്കെ പറയുന്ന ഓട്ടോമേറ്റഡ് സ്കാനേഴ്സ് ഉണ്ട്. ഈ അക്വനറ്റിക്സ് ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അക്വനറ്റിക്സ് എന്ന ടൂള് ഓട്ടോമാറ്റിക് സ്കാൻ ചെയ്തിട്ട് അതിലെന്തെങ്കിലും vulnerability ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പറഞ്ഞു തരും ഓട്ടോമേറ്റഡ്. നമ്മളൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് അതിന്റെ URL കൊടുത്തിട്ട് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞു തരും. പക്ഷെ ഇതൊക്കെ പെയ്ഡ് ആണ്. ഈ ടൂൾസ് ഒക്കെ പെയ്ഡ് ആണ്. വളരെ 4 ലക്ഷം രൂപ ഒക്കെ വില വരുന്ന ടൂൾസ് ആണ്. നെസസ് എന്നൊക്കെ പറയുന്ന കുറെ ടൂൾസ് ഉണ്ട്. അക്വനറ്റിക്സ്, നെസസ് എന്നൊക്കെ പറയുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. അപ്പോ ഈ ടൂൾസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൂൾസിന് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ ടൂൾസിന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അവിടെയാണ് എക്സ്പ്ലോയിറ്റ് ഡെവലപ്മെന്റിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആ എക്സ്പ്ലോയിറ്റ് ഡെവലപ്മെന്റ് ചെയ്യുന്നവര് എക്സ്പ്ലോയിറ്റ് ഡെവലപ്പ് ചെയ്തിട്ട് അത് ഈ അക്വനറ്റിക്സും ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഇവർക്ക് കൊടുക്കുക. സോ ഈ എക്സ്പ്ലോയിറ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത് വേറൊരു ബ്രാഞ്ചാണ്. പിന്നെ വരുന്നതാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതും എക്സ്പ്ലോയിറ്റ് ഡെവലപ്മെന്റ് ഏകദേശം അടുത്തടുത്ത് വരുന്ന ഒരു ബ്രാഞ്ചാണ്. റിവേഴ്സ് എഞ്ചിനീയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു അപ്ലിക്കേഷൻ കിട്ടി. ആ അപ്ലിക്കേഷനെ
റിവേഴ്സ് ചെയ്യും. അതായത് അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുന്നത് നമുക്കൊരു APK കിട്ടി. ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൊബൈലിൽ യൂസ് ചെയ്യുന്ന വാട്സപ്പിന്റെ APK. അപ്പോൾ ഈ APK കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കോഡോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റും. APK ടൂൾസ് എന്നൊക്കെ പറയുന്ന ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലത്തെ കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ജഡാസ് ടു ജാർ എന്നൊക്കെ പറയുന്ന കുറെ ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തുന്നത്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തിട്ടാണ് ഒരു എന്താ പറയാ ആ ഒരു സെക്യൂരിറ്റി നോക്കുന്ന ആൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ അറ്റാക്ക് ചെയ്യാം. ആ ഒരു രീതി, ആ ഒരു അസംഷൻ എത്തുന്നത്. ആ ഒരു അസംഷൻ എത്തിയതിനു ശേഷമാണ് എക്സ്പ്ലോർ ഡെവലപ്മെന്റിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കതൊരു എന്റെ ഡിഫറെന്റ് സ്ട്രീം ആയിട്ട് എടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്ട്രീം ആയിട്ട് എടുക്കാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് രണ്ടും വളരെ അടുത്തടുത്ത് നിൽക്കുന്ന ആ ഒരു ബ്രാഞ്ചസ് ആണ്. പിന്നെ വേറെ ഏതാ ടീം വരുന്നുള്ളത്? ഇല്ല, ഇത്രയൊക്കെ തന്നെയാണ്. ഇത്രയൊക്കെ ടീംസ് ആണ് മെയിൻലി സൈബർ സെക്യൂരിറ്റിയിൽ വരുന്നുള്ളത്. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ മെയിൻലി വരുന്ന കുറച്ച് ബ്രാഞ്ചസ് ആണ് ഇതൊക്കെ. ഒന്ന് സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, പിന്നെ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി, ഇൻഫ്രാ സെക്യൂരിറ്റി, റെഡ് ടീമിങ്, പിന്നെ ഇപ്പൊ പറഞ്ഞ നമ്മുടെ റിവേഴ്സ് എഞ്ചിനീയറിംഗ്, എക്സ്പ്ലോയിറ്റ് ഡെവലപ്മെന്റ്, ഇതൊക്കെ സൈബർ സെക്യൂരിറ്റിയിൽ വരുന്ന ഫീൽഡാണ്. അതായത് പറഞ്ഞു വന്നത് എന്താ വെച്ച് സൈബർ സെക്യൂരിറ്റി എന്നുള്ളത് ഒരു സിംഗിൾ എന്താ പറയാ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. അതിനകത്ത് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പോ നമ്മളെ ഒരു മെഡിസിൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാലിന് വേണ്ടിയിട്ട് ഒരു സെഷൻ ഉണ്ടാവും. അതേപോലെ തലക്ക് വേണ്ടിയിട്ട്, ഇന്റേണൽ ഓർഗൻസിന് വേണ്ടിയിട്ട്, അങ്ങനെ ഓരോ സെഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതിലാണോ കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്, ചിലവർക്ക് എക്സ്പ്ലോയിറ്റ് ഡെവലപ്മെന്റ് ആയിരിക്കും, ചിലവർക്ക് റെഡ് ടീമിംഗ് ആയിരിക്കും, ചിലവർക്ക് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ആയിരിക്കും. അപ്പോൾ ഏതിലാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്നത് ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാം. പക്ഷെ ചൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ എക്സ്പ്ലോയിറ്റ് ഡെവലപ്മെന്റ് പിന്നെ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഹൈ ആയിട്ട് സാലറി കിട്ടുന്ന, ഇപ്പൊ ഫസ്റ്റ് തന്നെ ഇനീഷ്യലി തന്നെ വളരെ ഹൈ ആയിട്ട് സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ് ഈ എക്സ്പ്ലോയിറ്റ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് വളരെ കുറച്ച് വേക്കൻസി മാത്രമേ ഉണ്ടാവാറുള്ളൂ. എല്ലാ കമ്പനീസിലും ഈ എക്സ്പ്ലോയിറ്റ് ഡെവലപ്മെന്റ് ചെയ്യുന്ന ആൾക്കാരെ ആവശ്യമില്ല. അപ്പോൾ എന്താ പറയാ, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതില് ജോലി സാധ്യത ഉള്ളൂ. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല പാക്കേജിലൊക്കെ ആയിരിക്കും കിട്ടുക. പിന്നെ ഈ അപ്ലിക്കേഷൻ സെക്യൂരിറ്റി അങ്ങനത്തെ ഒക്കെ ടീമാണ്, സോക്ക്, ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിലേക്കും ആവശ്യമുള്ളതാണ്. സോ ഒരുപാട് റിക്വയർമെന്റ് ഉള്ള ഒരു ഏരിയ ആണ്. സോ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരും ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ജോലി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ. കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മുടെ സ്കില്ലിനനുസരിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് കേറാൻ പറ്റും. ഇപ്പൊ സോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ലെവലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാലറി ഒക്കെ കുറച്ച് കുറവായിരിക്കും. പക്ഷെ പിന്നീട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ആ ഒരു ഓരോരോ സ്റ്റേജ് ഉണ്ട്. സോക്കിനാണെന്നുണ്ടെങ്കിൽ ഓരോരോ സ്റ്റേജ് ഉണ്ട്. P1, P2 എന്നൊക്കെ പറയുന്ന ഓരോ സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് ഹൈ ആയി കഴിഞ്ഞാൽ വളരെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ സാലറി ഒരുപാട് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Log4j അങ്ങനത്തെ സീറോ ഡേ അറ്റാക്സ് വരുമ്പോൾ മാത്രമായിരിക്കും അത്യാവശ്യം നല്ല പണിയൊക്കെ വരിക. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തലവേദനയായിരിക്കും. നമുക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് റെഡ് ടീമിംഗ്. റെഡ് ടീമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ കമ്പാരിറ്റീവ്ലി അത്യാവശ്യം പോസ്റ്റ് ഒക്കെ ഉണ്ട്. എല്ലായിടത്തും എല്ലാ കമ്പനീസിലും ഉണ്ടാവില്ല. ഈ റെഡ് ടീമിംഗ് ഫോക്കസ് ചെയ്യുന്ന ചില കമ്പനീസിൽ വളരെ വേക്കൻസി ഒക്കെ ഉണ്ടാവാറുണ്ട്. ഒരുപാട് വേക്കൻസി ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സാലറിയും ഇവർക്കുണ്ടാവും. ഇവർക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് ടീമിംഗ് ചെയ്യുന്നവർക്ക് കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി അറിഞ്ഞിരിക്കണം. പിന്നെ ഫിസിക്കൽ സെക്യൂരിറ്റി, അതായത് ഇപ്പോ ലോക്ക് പിക്കിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒരു ടീമൊക്കെ ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോരോ ഏരിയ ഫോക്കസ് ചെയ്യുന്നവരെ ഇവരെടുക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഉണ്ട്. നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഒക്കെ എല്ലാ കമ്പനീസിലേക്കും ആവശ്യമുള്ള ടീംസ് ആണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. പക്ഷെ ഇതിലും ഒരുപാട്
റിക്വയർമെന്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഏരിയയും ഒരുവിധം മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതിലാണോ ഇൻട്രസ്റ്റ് കൂടുതൽ ആ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നുള്ളത്. ആർക്കെങ്കിലും ഏതെങ്കിലും ഫീൽഡിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോ സോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. എന്താണ് സോക്കിൽ ചെയ്യുന്നതെന്നുള്ളൊരു ഡെമോ ഞാൻ കാണിച്ചു തരാം.
ഇതാണ് ഒരു എന്താ പറയാ ഐഡിയസ് എന്ന് പറയുന്ന സംഭവം. ഐഡിയസ് എന്ന് പറയുന്ന ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. സോക്ക് ടീമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇതിന്റെ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള ടൂൾസ് ആയിരിക്കും ഒരു എന്റർപ്രൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ബേസിക് കോൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വല്ല മലീഷ്യസ് ആയിട്ടുള്ള അറ്റാക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ മാൾട്രയൽ എനേബിൾഡ് ആണ്, അതായത് ഒരു ഐഡിയസ് എനേബിൾഡ് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോ എന്റെ സിസ്റ്റത്തിലേക്ക് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇവിടെ ഷോ ചെയ്ത് കാണിച്ചു. നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഇതാണ് എന്റെ IP. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടുന്ന് എൻമാപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്റെ സെയിം സിസ്റ്റത്തിൽ തന്നെ സ്കാൻ ചെയ്യുന്നുണ്ട്. എൻമാപ്പ് അഗ്രസീവ് സ്കാൻ ആണ് ഞാൻ ചെയ്യുന്നത്, നോർമൽ സ്കാൻ അല്ല, അഗ്രസീവ് സ്കാൻ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളത്. ഞാൻ ഒന്നും കൂടി സ്കാൻ ചെയ്യാം. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ കണ്ടോ, എൻമാപ്പ് ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എന്റെ IP കാണിക്കുന്നുണ്ട്, ഏത് IP എന്നാണ്. ഇപ്പൊ സെയിം IP തന്നെ ആയതുകൊണ്ട് രണ്ടും അറ്റാക്ക് ചെയ്തതും വന്നതും അറ്റാക്ക് ചെയ്തതും അറ്റാക്ക് ചെയ്യപ്പെട്ടതും സെയിം സിസ്റ്റം ആയതുകൊണ്ട് രണ്ടിലും ഡെസ്റ്റിനേഷൻ IP യും
സോഴ്സ് IP ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഏതൊക്കെ പോർട്ടാണ് സ്കാൻ ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ Nmap ആണെന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് മനസ്സിലാക്കി എങ്ങനെയാ വെച്ചാൽ യൂസർ ഏജന്റ് സസ്പീഷ്യസ് ആണ്. Nmap ഉപയോഗിച്ചിട്ട് നെറ്റ്വർക്ക് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല നോർമൽ പേഴ്സൺസിന്. അതുകൊണ്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വേറൊരു അറ്റാക്ക് കൂടി ചെയ്തു നോക്കാം. അത് ഒരു വെബ് ആപ്ലിക്കേഷൻ ആണ്. മാൾട്രയൽ എന്ന് പറഞ്ഞിട്ട് ഗിറ്റബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്ല, അത് ഞാൻ എന്റെ ഈ സിസ്റ്റത്തിനകത്ത് കോൺഫിഗർ ചെയ്ത് വെച്ച രീതി അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് അത് ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ള പ്രയോറിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സിസ്റ്റം CTO എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ കോൺഫിഗർ ചെയ്ത രീതി അങ്ങനെ ആയതുകൊണ്ട് ഞാൻ കൊടുക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നിക്ടോ എന്ന് പറഞ്ഞ ഒരു vulnerability അസസ്മെന്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാം എന്റെ ഒരു സിസ്റ്റം മൊത്തം. അതായത് ആ ഒരു വെബ് ആപ്ലിക്കേഷൻ നിക്ടോ എന്ന് പറയുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് ടൂൾ ആണ്. ഞാൻ ഇതിനകത്ത് ഒരു വെബ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ പേജൊന്നുമില്ല, ഡീഫോൾട്ട് പേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെയാണ് ഞാൻ സ്കാൻ ചെയ്യുന്നത്. നിക്ടോ വെച്ചിട്ട് ഇവിടെ സ്കാൻ ചെയ്യുന്നുണ്ട്. നിക്ടോ പറയുന്നത് വളരെ അഗ്രസീവ് ആയിട്ട് സ്കാൻ ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ കണ്ടോ, ഇവിടെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യൂല, മറ്റേ എന്താ ഗോബസ്റ്റർ എന്ന് പറഞ്ഞ ടൂളൊക്കെ യൂസ് ചെയ്തിട്ട് അതൊക്കെയാണ് പാത്ത് എന്ന് പറഞ്ഞിട്ട്. പാത്ത് സ്റ്റാർ ഇട്ടുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇതും സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. URL സസ്പീഷ്യസ് ആയിട്ടുള്ള ഏതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചില പാരാമീറ്റേഴ്സ് ആണ്. അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചു തരുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞ സോഫ്റ്റ് ടീം ചെയ്യുക. ഇവിടെ ഞാൻ റീഫ്രഷ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. നമുക്ക് നോർമൽ കേസിൽ ഇങ്ങനെ റീഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഓരോ ട്രാഫിക്കും റിയൽ ടൈം ആയിട്ട് നമുക്ക് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ ഇതിൽ നിന്ന് അനലൈസ് ചെയ്തിട്ടാണ് സോഫ്റ്റ് ടീം അത് വേണോ വേണ്ടേ എന്നുള്ളത് മനസ്സിലാക്കുക. IDS എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചു തരുകയുള്ളൂ. ജസ്റ്റ് ഇങ്ങനത്തെ അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരികയുള്ളൂ. IDSനെ കാട്ടി കുറച്ചും കൂടി SDR എന്നൊക്കെ പറയുന്ന കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്കും ചെയ്യാനുള്ള പ്രയോറിറ്റി ഉണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലി അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനും അതിനെ ഫ്ലാഗ് ചെയ്യാനൊക്കെ ഉള്ള പ്രയോറിറ്റി ഉണ്ട്. IDS എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഷോ ചെയ്ത് കാണിച്ച് ചെയ്യും. അപ്പൊ ഇതൊരു IDS ആണ് ശരിക്കും പറഞ്ഞത്. ഒരു IDS എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ല. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ മാൾട്രയൽ എന്ന് പറഞ്ഞിട്ട് മാൾട്രയൽ ഗിറ്റബ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു സംഭവം വരും. അതെങ്ങനെ ഹോസ്റ്റ് ചെയ്യണം അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. അതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന്റെ റീഡ്മിയിൽ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഇത് ഫൈൻഡ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു സോക്ക് ടീം ചെയ്യുന്ന ഇതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇപ്പോൾ അറ്റാക്ക് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്യും. എന്നിട്ട് വേണ്ടത് മാത്രം കടത്തിവിടും, അല്ലാത്ത കടത്തിവിടൂല. അതിനൊക്കെയുള്ള പ്രയോറിറ്റി ഈ ഒരു എന്റർപ്രൈസ് ആയിട്ടുള്ള സോക്ക് മാനേജിങ് ടൂൾസിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും സോക്കിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ. അപ്പോ ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? എന്താണ് സോക്ക് അങ്ങനത്തെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതിൽ?
ഓക്കെ. ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഫുൾ തിയറി ആയതുകൊണ്ട് ചിലപ്പോൾ ബോറിംഗ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയ വെച്ചാലേ പറ്റുള്ളൂ. ഒരുപാട് ഇപ്പോൾ എന്താ വെച്ചാൽ സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ എല്ലാവരും ഓക്കെ ജസ്റ്റ് ഹാക്കിംഗ് എന്നുള്ള രീതിയിലേക്ക് വരും. അവിടുന്ന് ചിലപ്പോൾ ഇത്രയും ഫീൽഡ് ഉണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഒക്കെ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത് ഈ ഫീൽഡിൽ ഇത്രയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ ഈ ഫീൽഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ഫീൽഡാണോ നമ്മൾ ഏത് ബ്രാഞ്ചാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. നിങ്ങൾ ഈ ബേസിക് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ഒരു ജോലി സാധ്യതയും അതിന്റെ സാലറിയും. ഓരോരു ബ്രാഞ്ചിൽ ഹൈ സാലറി ആയിരിക്കും, പക്ഷെ ഇത് റിക്വയർമെന്റ്സ് കുറവായിരിക്കും. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ചിലതിൽ ഒരുപാട് സാധ്യത ഉണ്ടാവും, പക്ഷെ അതേപോലെ തന്നെ ആൾക്കാരും അത് പഠിച്ചിറങ്ങുന്നുണ്ട്. സോ മാക്സിമം ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. സോ ഇത്രയൊക്കെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഡൗട്ട്സ് ഇല്ലാന്ന് വിചാരിക്കുന്നു. ആ അതിന് കോഡ് സീഗർ അല്ലാണ്ട് ഒരുപാടുണ്ട്. ഒവാസ്പ് ജ്യൂസ് ബോക്സ് പറഞ്ഞിട്ടൊരു ഒരു പ്ലാറ്റ്ഫോം അല്ല, ഒരു OV ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ ഒരു OV ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു ജ്യൂസ് ഷോപ്പിന്റെ അപ്ലിക്കേഷൻ പോലെ മിമിക് ചെയ്തിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ആണ്. ജ്യൂസ് ബോക്സ് ട്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ DVW ഉണ്ട്. ഈ DVW എന്ന് പറയുന്നത് എന്താ പറയാ ഇതേപോലെ തന്നെ ഒരു അപ്ലിക്കേഷൻ ആണ്. ഇതിനകത്ത് പല രീതിയിലുള്ള അറ്റാക്സും ചെയ്തത്. സിംഗിൾ അറ്റാക്ക് മാത്രമല്ല, അത് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് DVW ഉണ്ട്. അതേപോലെ ഡിബ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ഇത് മൊബൈൽ ആപ്ലിക്കേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. മൊബൈലിന്റെ സെക്യൂരിറ്റി അനലൈസിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഡിബ എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ വാക്ക് ത്രൂ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ മീഡിയം പോലത്തെ ആർട്ടിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വാക്ക് ത്രൂ ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. ഞാൻ പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ഒക്കെ ബിഗിനർക്കുള്ളതാണ്. അപ്പോൾ അതിനുള്ള വാക്ക് ത്രൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ സോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഉള്ളത് ഇതൊരു ആപ്ലിക്കേഷൻ ആണ്. ടെസ്റ്റ് PHP വൾനറബിൾ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഇത് മെയിൻലി ഉണ്ടാക്കിയിരിക്കുന്നത് അക്വനറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ടീമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓട്ടോമേറ്റഡ് സ്കാനർ ആണ് ഈ അക്വനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് സ്കാനർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ അക്വനറ്റിക്സ് ഈ ഒരു സൈറ്റ് തന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് മാനുവലിയും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതില് നിങ്ങൾ ഇതിന്റെ വാക്സ് നോക്കി കഴിഞ്ഞാൽ അക്വനറ്റിക്സ് ടെസ്റ്റ് PHP വൾനറബിൾ ഓരോരോ അറ്റാക്കിനും എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും.
ഇതൊക്കെ ഒരു റിയൽ വേൾഡ് സിനാരിയോ കാണിക്കുന്ന ഒരു സംഭവമാണ്. ഫുള്ളി റിയൽ വേൾഡ് അല്ല, നിങ്ങൾക്ക് യൂസ് ചെയ്ത് പഠിക്കാൻ, അതായത് ബിഗിനർ എന്നുള്ള രീതിക്ക് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇത്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഈ ട്രൈ ഹാക്ക് മീയിലെ ബോക്സസ് പോലെ ഒരുപാട് ബോക്സസ് കിട്ടും. വൺ ലബ് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓരോരോ ബോക്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ട്രൈ ഹാക്ക് മീലാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. OV ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെയൊക്കെ വർക്ക് ത്രൂ പുറത്ത് അവൈലബിൾ ആയിരിക്കും. വെബ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഇവിടെ കിട്ടും നിങ്ങൾക്ക് ഓരോരോ ബോക്സസ്. അപ്പൊ ഈ ബോക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. ഓരോരോ ലെവലും കാണിച്ചിട്ടുണ്ടാകും. ഏത് ലെവലിന് പറ്റിയതാണ് നിങ്ങൾക്ക്, നെറ്റ്വർക്കിംഗ്, വെർച്വൽ മെഷീൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. 3.1 GB ആണ് ഫയൽ സൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയും. നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഈ ഒരു അപ്ലിക്കേഷൻ, ഇതിനകത്ത് പല വെറൈറ്റീസ് ഓഫ് അപ്ലിക്കേഷൻ ഉണ്ടാവും. ഇപ്പൊ ഈ DVWA പിന്നെ ഈ ടെസ്റ്റ് PHP വെർണബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ അപ്ലിക്കേഷൻ തന്നെ ഒരുപാട് വെർണബിലിറ്റി വെച്ചിട്ടാണുള്ളത്, ജ്യൂസ് ബോക്സ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ വൾണബിൾ വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ അറ്റാക്കിനും സെപ്പറേറ്റ് ആയിട്ട് ബോക്സസ് ഉണ്ടാവും. കുറച്ചും കൂടി എന്താ പറയാ, ബിഗിനറിന് മാറിയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അപ്ലിക്കേഷൻസ് ആണ് ഇതൊക്കെ. ഇതിലൊക്കെ അത്യാവശ്യം റിയൽ വേൾഡ് സിനാരിയോസ് മിമിക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഹാക്ക് ദി ബോക്സ് എന്നൊക്കെ പറയുന്ന ആക്ടിവോക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇത് അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. പക്ഷെ ഇത് കുറച്ച് അഡ്വാൻസ് ലെവലിലുള്ള ഒരു, എന്താ പറയാ, ഒരു ബിഗിനർക്ക് പറ്റിയ ഒരു സംഭവമല്ല ആക്ടിവോക്സ്. ഒരു ഇന്റർമീഡിയറ്റ് അഡ്വാൻസ് ലെവലിലുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ആക്ടിവോക്സ്. സോ ഇത്രയൊക്കെയാണ്, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ തന്നെ ധാരാളമായിരിക്കും. പിന്നെ ട്രൈ ഹാക്ക് മീ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് അതിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് സോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബോക്സസ് ഉണ്ടാവും. സോക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും അതിൽ ബോക്സസ് അവൈലബിൾ ആണ്. പാത്ത് വേസ് അവൈലബിൾ ആണ്. ആ പാത്ത് വേസ് ഒക്കെ കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നോളജ് ഉണ്ടാവും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?